നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒടുവിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ അതിന് പിന്നിലുള്ള പ്രതികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ സർക്കാർ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞതായി കിരൺ റിജിജു അറിയിച്ചു. ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പറഞ്ഞുവെന്നും റിജിജു വ്യക്തമാക്കി. NDA പാർലമെന്ററി പാർട്ടി മംഗൾ മിലാൻ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത്. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉന്നത അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. പേപ്പർ ചോർച്ച ദേശീയ ആശങ്കയുള്ള വിഷയമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. പേപ്പർ ചോർച്ച നടക്കുന്നിടത്തെല്ലാം കേന്ദ്രം മാത്രമല്ല സംസ്ഥാനങ്ങളും കർശന നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. CJPയുടെ പ്രതിഷേധം അത് വലിയൊരു അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർണായകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർലമെന്റിലേക്കുള്ള മാർച്ച് അക്രമാസക്തമായപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാർട്ടി പ്രതിനിധി സംഘം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടു. NDA പാർലമെന്ററി പാർട്ടി യോഗം വളരെ ഫലപ്രദമായിരുന്നുവെന്നും പ്രധാനമന്ത്രി എല്ലാ അംഗങ്ങൾക്കും നിരവധി സുപ്രധാന വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം നൽകിയെന്നും റിജിജു പറഞ്ഞു. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MP-മാർക്കും ഉണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകേണ്ടതുണ്ട്. എന്നാൽ പ്രതിപക്ഷം നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ചും അവർ അറിഞ്ഞിരിക്കണം, അതായത് ഈ സമരം നടത്തുന്നവർ അറിഞ്ഞിരിക്കണമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിറ്റേന്നാണ് പ്രധാനമന്ത്രി ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് CJP പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനിടയിൽ മറ്റൊരു പ്രതിഷേധവും കൂടി ദില്ലിയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. India-US കരാറിനെതിരെ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ കിസാൻ ഘട്ടിലേക്ക് കർഷകർ പ്രതിഷേധ മാർച്ചുമായി നീങ്ങുന്നു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. അതേസമയം ഹരിയാന അതിർത്തി വഴി ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഹരിയാനയിലെ ഭവാന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിൽ പ്രതിഷേധിച്ച് കർഷകർ ഹിസാർ, ശംഭു തുടങ്ങിയ പ്രധാന ടോൾ പ്ലാസകൾ ഉപരോധിച്ചു. ഇതോടെ ദേശീയപാതകളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു. പഞ്ചാബ്, ഹരിയാന അതിർത്തിയായ ശംഭു കോൺക്രീറ്റ് ബാരിക്കേഡുകളും ജലപീരങ്കികളും ഉപയോഗിച്ച് പോലീസ് പൂർണ്ണമായി അടയ്ക്കുകയും അതിർത്തി ജില്ലകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തു. കരാറിനെതിരെ രാജ്യത്തെ കർഷക സംഘടനകൾ നേരത്തെ എതിർപ്പ് അറിയിച്ചതാണ്. കരാറിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ കരാറുമായി മുന്നോട്ട് പോകാനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. എന്തായാലും ഒരു വശത്ത് കേന്ദ്രമന്ത്രി, അതായത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CJP പ്രതിഷേധം നടത്തുകയാണ്. മറുവശത്ത് കർഷകരുടെ പ്രക്ഷോഭവും ശക്തമാവുകയാണ്. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 70ഓളം CJP പ്രവർത്തകരെയാണ് ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. 5 IPSകാർ ഉൾപ്പെടെ 118ഓളം പോലീസുകാർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടുന്നുണ്ട്. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചു. രാത്രിയോടെ സമരവേദിയിലേക്ക് തിരിച്ചെത്തിയ CJP പ്രവർത്തകരെ എങ്ങനെ നേരിടണമെന്ന ചർച്ചയൊക്കെ ദില്ലി പോലീസ് നടത്തിയിരുന്നു. അതേസമയം കേരളത്തിൽ നിന്നുള്ള കുറച്ചുപേർ കൂടി ഈ CJPക്ക് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ചിലരാണ് അവതാരക രഞ്ജിനി ഹരിദാസ്, നടിമാരായ സിജ റോസ് അടക്കമുള്ളവർ. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ച, CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിലെ കുഴപ്പങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സമരം തുടരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം 3 പേരാണ്, അതായത് രഞ്ജിനി ഹരിദാസ്, സിജ റോസ്, നോയില ഫ്രാൻസി എന്നിവരാണ് പങ്കെടുത്തത്.
ന്യായമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കേൾക്കാൻ പോലും തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണ് എന്നായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ പ്രതികരണം. ഏത് സമരമാണെങ്കിലും അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കിയാണല്ലോ പിന്തുണയ്ക്കുന്നതെന്നും വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനമാണെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ രാജ്യത്ത് വളരെ പ്രാധാന്യമുണ്ട്. ഗ്രാമങ്ങളിൽ കൂലിപ്പണി ചെയ്ത് മറ്റുമുണ്ടാക്കുന്ന പണം കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ജീവനൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അതേക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പോലും തരുന്നില്ല എന്നതാണ് നിരാശാജനകമായ കാര്യമെന്നും രഞ്ജിനിയുടെ പ്രതികരണം. ജന്തർ മന്ദറിലെത്താൻ പോലും നിരവധി തടസ്സങ്ങൾ. യുവാക്കളിവിടെ എത്തിയത് അടിയുണ്ടാക്കാനൊന്നുമല്ല, എന്നിട്ടാണ് ലാത്തി ചാർജും കണ്ണീർ വാതകവും കൊണ്ട് അവരെ പോലീസ് നേരിടുന്നത്. തനിക്കും ലാത്തി ചാർജ് കിട്ടിയനെ, അടി കിട്ടിയ കുട്ടികൾക്ക് വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചു. ഭരിക്കുന്ന പാർട്ടിക്കെതിരെയല്ല, നിലപാടിനെതിരെയാണ് താൻ സംസാരിക്കുന്നത്. അതിനെന്തിനാണ് ഭയക്കുന്നതെന്നും രഞ്ജിനിയുടെ ചോദ്യം. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും പ്രതിഷേധത്തിന്റെ സ്വഭാവവും രഞ്ജിനി ഹരിദാസും സുഹൃത്തുക്കളും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു. സ്വന്തം പേജിൽ രഞ്ജിനി പങ്കുവച്ച വീഡിയോ ഏറെ ചർച്ചയായി. നോയില ഫ്രാൻസിയുടെ പ്രതികരണം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ ലാത്തിചാർജ് ഉണ്ടായത് നേരിൽ കണ്ട അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടി നോയില ഫ്രാൻസിയും. ഒരുപാട് ദൂരെ നിന്ന് പോലും വന്നവരുണ്ട്. ഫ്ലൈറ്റിലാണ് വന്നത്, ആ ചിലവ് എനിക്ക് ഞാൻ വന്നത് ഫ്ലൈറ്റിലാണ്, ആ ചിലവ് എനിക്ക് വഹിക്കാനാകും. പക്ഷേ അധികം പൈസ പോലും ഇല്ലാതെ ഈ പ്രതിഷേധത്തിനായി ഇവിടെ വന്നവരുണ്ട്. അവർക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാനുള്ള പണം പോലും കയ്യിലുണ്ടോ എന്നത് സംശയമാണ്. തൻ്റെ മുന്നിലൂടെ പലരെയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നു. വളരെ മോശം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിൽ അപകടമൊന്നും പറ്റാതെ സുരക്ഷിതയായി സംസാരിക്കാൻ കഴിയുന്നതിൽ അത്ഭുതമുണ്ട്. കാരണം അത്രയും ക്രൂരമായിട്ടാണ് പോലീസ് പെരുമാറിയത്. തലങ്ങും വിലങ്ങും ആളുകളെ അടിക്കുകയായിരുന്നു അവർ. ഞങ്ങൾ സമാധാനമായി ഇരുന്ന് ധർണ ചെയ്യുന്നിടത്തേക്ക് പോലീസ് എത്തി. താൻ കരുതി ശരിക്കും പെട്ടുവെന്ന്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ചോര വാർന്നൊഴുകുന്ന അവരെ കാണുന്നത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ നടക്കുന്നതൊന്നും ശരിയല്ല. മനസ്സാകെ മടുത്ത അവസ്ഥയാണ്. ഈ പ്രതിഷേധം വിജയമാണോ പരാജയമാണോ എന്ന് പറയാൻ അറിയില്ല. പക്ഷെ ഒന്നുണ്ട്, ഇങ്ങനെയല്ല ഒരു ജനാധിപത്യ രാജ്യം പ്രവർത്തിക്കേണ്ടത് എന്നായിരുന്നു നോയില ഫ്രാൻസിയുടെ പ്രതികരണം. സിജ റോസ് പ്രതികരിച്ചു. പ്രതിഷേധത്തിനായി ഒത്തുചേർന്നിടത്ത് നിന്ന് വെള്ളം വാങ്ങാൻ പുറത്തു പോകേണ്ടി വന്നപ്പോഴുള്ള അനുഭവമാണ് സിജ വെളിപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ തനിക്ക് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. താൻ പുറത്തു പോവുകയാണെങ്കിൽ അകത്തേക്ക് തിരികെ പ്രവേശിപ്പിക്കണമെന്ന്, എന്നാലേ താൻ പോകുമെന്ന്. അവരുടെ ഭാവം എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ്. എന്തായാലും വളരെ ഒരു പ്രക്ഷോഭം ശക്തമാവുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ഗൂഢത തിരിച്ചറിയണം, പക്ഷേ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ സർക്കാർ ഉണ്ടാകും എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.